ഇനി നമ്മൾ രണ്ട് പേര് നമ്പറുകൾ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് അത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് എന്നിട്ട് രണ്ട് നമ്പറുകളാണ്. അപ്പം റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തു 12 + 14 റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ 26 എന്നുള്ള വാല്യൂ കിട്ടി അവിടെ. ഇതാണ്. ഇനി നമുക്ക് വേരിയബിൾ എങ്ങനെയാണ് നെയിം ചെയ്തിട്ട് വേരിയബിൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് റേസ് ചെയ്ത് കഴിഞ്ഞു. വേണ്ട വേരിയബിൾ ഈ ഹാഷ് ചിഹ്നം കൊടുത്തിട്ട് വേരിയബിൾ എന്ന് എഴുതിയാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാല. അതുപോലെ തന്നെ ഇവിടെ ഹാഷ് ചിഹ്നം കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നത് നോട്ടായിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഹാഷ് കൊടുക്കുന്നത്. ഹാഷ് കഴിഞ്ഞിട്ടുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ ഹാഷ് ചിഹ്നവും ഈ ഹാഷ് ചിഹ്നവും ഉള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. വേണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലും ഹാഷ് ഇടുക. ഇതാ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹാഷ് ചിഹ്നം കൊടുക്കാം. ഹാഷ് വേരിയബിൾ എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പം അതൊന്നും വരില്ല. ഇതാ ഇപ്പം A = 25 A എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 25 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. പ്രിൻ്റ് A നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ട 25 പ്രിൻ്റ് ചെയ്തു. അതുപോലെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ വിമൽ ജ്യോതി എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്തു. ഈ നെയിം ഒരു സ്ട്രിങ് വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ ആണ് വിമൽ ജ്യോതി. അപ്പോൾ എന്ത് ചെയ്തു? പ്രിൻ്റ് നെയിം. അപ്പോൾ നെയിം പ്രിൻ്റ് ചെയ്യും. വിമൽ ജ്യോതി പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഈ വേരിയബിളിന് കൊടുത്ത നെയിമാണ് എയും പിന്നെ ഈ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ A = 25 ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇത് വേരിയബിളാണ്. A = 20 ഇത് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ഹാഷ് എഴുതി കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്റ്റാർട്ട് വിത്ത് ലെറ്റേഴ്സ് ഓർ അണ്ടർസ്കോർ. ഒന്നുകിൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കനോട്ട് സ്റ്റാർട്ട് വിത്ത് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നത് 1 ജോൺ അല്ലെങ്കിൽ 2 നെയിം എന്നൊന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക്കും അണ്ടർസ്കോറേ വേരിയബിൾ നെയിമായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ A to Z, ക്യാപിറ്റൽ A to Z, സ്മോൾ a to Z. ന്യൂമറിക് എന്ന് പറഞ്ഞാൽ 0 to 9 ന്യൂമറിക് വാല്യൂസ്. പിന്നെ അണ്ടർസ്കോറും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണൊരു കാര്യം. പിന്നെ വേരിയബിൾ ഈസ് കേസ് സെൻസിറ്റീവാണ് വേരിയബിൾ നെയിം. സ്മോൾ ലെറ്ററിൽ നമ്മൾ നെയിം എന്ന് എഴുതുന്നതും ക്യാപിറ്റൽ ലെറ്ററിൽ നെയിം എന്ന് എഴുതുന്നതും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സ്പേസ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. കേസ് സെൻസിറ്റീവാണ്. അപ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ A എന്ന് പറയുന്ന വേരിയബിൾ 25 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. പ്രിൻ്റ് അപ്പോൾ A പ്രിൻ്റ് ചെയ്തു. ഇവിടെ ടെർമിനൽ വിൻഡോയിൽ 25 പ്രിൻ്റ് ചെയ്തു. നെയിം എന്ന് പറയുന്ന വേരിയബിളിന് വിമൽ ജ്യോതി എന്ന് പറയുന്ന സ്ട്രിങ് നെയിമാണ് കൊടുക്കുന്നത്, വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇതാണ് നമ്മൾ എങ്ങനെയാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നതെന്നും വേരിയബിളിന് നെയിം കൊടുക്കുന്നതെന്നും അതിൻ്റെ വാല്യൂ കൊടുക്കുന്നതെന്നും ഉള്ളത്. ഇനി നമ്മൾ ഡാറ്റ ടൈപ്പാണ് നോക്കുന്നത്. A = 10 പ്രിൻ്റ് A, പ്രിൻ്റ് ടൈപ്പ് A എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ 10 പ്രിൻ്റ് ചെയ്യും. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? ക്ലാസ് 10 ആണ്. പ്രിൻ്റ് A 10 എന്ന് പ്രിൻ്റ് ചെയ്തു. ക്ലാസ് ഇൻറ്റിജറാണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. ഇനി നമുക്കിവിടെ 10.1 എന്നൊന്ന് കൊടുത്ത് നോക്കാം. 10.1 പ്രിൻ്റ് A. ഇപ്പോൾ ഇത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പല്ല, ഇത് ഫ്ലോട്ടായിരിക്കും. കണ്ടോ? 10.1 അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. ഇനി നമ്മൾ ഇതൊരു ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കാം. ഡബിൾ കോട്ടിൽ കൊടുക്കാം. ഡബിൾ കോട്ടിൽ കൊടുത്തു. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. കണ്ടോ? സ്ട്രിങ്. അപ്പം ഇത് ഡാറ്റ A = സ്ട്രിങ്ങിൻ്റെ അകത്താണ്. ഡബിൾ കോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. പ്രിൻ്റ് 10.1 പ്രിൻ്റ് ചെയ്തു. ക്ലാസ് സ്ട്രിങ് എന്നാക്കി. ഇനി ഇവിടെ 10 ആണെങ്കിലും സ്ട്രിങ് ആയിരിക്കും. 10 ആണെങ്കിലും സ്ട്രിങ് ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി 10 പോയിൻ്റ് ആണെങ്കിലോ
അതും ഇതായിരിക്കും, ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും, സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഇനി നമ്മൾ ഡാറ്റ ടൈപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ A = 15, ഈ A എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്, നമ്പേഴ്സാണ്, ഇൻറ്റിജറാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് A = 15, അത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. പിന്നെ നെയിം എന്ന് പറയുന്ന വിമൽ ജ്യോതി, ഇതൊരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്, സ്ട്രിങ് ആണ്. സ്ട്രിങ് എപ്പോഴും ഡബിൾ കോട്ടിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിലോ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്പർ എന്ന് പറയുന്ന 3.14, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഡെസിമലുണ്ട്, അപ്പോൾ അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്, ഫ്ലോട്ടാണ് ഡാറ്റ ടൈപ്പ്. ദെൻ X = 5J, J വരുന്നതുകൊണ്ട് 5J, അത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണ്, ഡാറ്റ ടൈപ്പ് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രിൻ്റ് A, അപ്പോൾ 15 പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് നെയിം എന്ന് പറഞ്ഞാൽ വിമൽ ജ്യോതി എന്ന് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 3.14 എന്ന് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5J എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി പ്രിൻ്റ് ടൈപ്പ്, ഈ A ഏത് ഡാറ്റ ടൈപ്പിലാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഏതാണ്? ഇൻറ്റിജറാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം A = 15. അപ്പം പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ 15 പ്രിൻ്റ് ചെയ്തു. പിന്നെ നെയിം = വിമൽ ജ്യോതി എന്നുള്ളത് പ്രിൻ്റ് നെയിം, അപ്പോൾ എന്ത് ചെയ്തു? വിമൽ ജ്യോതി എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ നമ്പർ = 3.14, അത് ഫ്ലോട്ടാണ്. പ്രിൻ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 3.14 എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ X = 5J, അത് കോംപ്ലക്സ് ആണ്. പ്രിൻ്റ് X എന്ന് പറയുമ്പോൾ 5J എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതെന്താ? പ്രിൻ്റ് ടൈപ്പ് A ഏത് ടൈപ്പിൽ പെട്ടതാണെന്നാണ്. അത് 15 ആണ്, അത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. കണ്ടോ, ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്, 15 ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. പിന്നെ നെയിം എന്ന് പറയുന്നത് എന്താ? സ്ട്രിങ് ആണ്, ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, അപ്പോൾ ക്ലാസ് സ്ട്രിങ്ങിൽ വരും. ദെൻ നമ്പർ പ്രിൻ്റ്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രിൻ്റ് നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്, ഫ്ലോട്ട്. അതുപോലെ Xൻ്റെ ഡാറ്റ ടൈപ്പ്, X എന്ന് പറഞ്ഞാൽ 5J ആണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഡാറ്റ ടൈപ്പ് ഇവിടെ നമ്മൾ ഇൻറ്റിജേഴ്സ് എല്ലാം ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, അത് ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. പിന്നെ സ്ട്രിങ് ഡാറ്റ ടൈപ്പ്, അത് ഡബിൾ കോട്ടിലെ സിംഗിൾ കോട്ടിലെ എഴുതാവുള്ളൂ, അത് സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. നമ്പർ ഫ്ലോട്ട്, പോയിൻ്റ് വരുന്നതെല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ J വരുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത്, അത് 5J വരും, അത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പാണ്. ക്ലാസ് കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, സ്ട്രിങ് ഡാറ്റ ടൈപ്പ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്, ക്ലാസ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്, ഇതാണ് ഇവിടുത്തെ ഡാറ്റ ടൈപ്പുകളെല്ലാം. നിങ്ങൾ ഡാറ്റ ടൈപ്സ്, അപ്പം നമുക്ക് അത് നിങ്ങൾ ഓർമ്മ വേണം. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നു. പ്രിൻ്റ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ 2 എന്നെഴുതുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ 2 എന്ന് വന്നു. ഈ 2 എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ഇത് ഇൻറ്റിജറായിട്ട് ഇത് കൺസിഡർ ചെയ്യല, താഴെയുള്ളത് പ്രിൻ്റ് നമ്മൾ 2 എന്ന് എഴുതുന്നു. ഇത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. ഇതുണ്ട്, ഈ 2 ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രിങ്ങിൻ്റെ അകത്ത് കൊടുത്താൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പും, അല്ലാതെ നമ്മൾ ഈ ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പുമായിട്ടാണ് എടുക്കുക. ഇനി നമ്മളിവിടെ താഴെ ഒന്ന് കൊടുക്കുന്നു, പ്രിൻ്റ് 2.5 റൺ ചെയ്തു. അപ്പോൾ 2.5 ഇത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തൺ അസൈൻ ചെയ്യുന്നതാണ്. ഇത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പായിട്ട് എടുക്കും, ഇത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പായിട്ട് എടുക്കും, ഇത് സ്ട്രിങ് ഡാറ്റ ടൈപ്പായിട്ട് എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൈത്തൺ ആ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്.